നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായയുടെ ഇന്ത്യൻ സാഹിത്യത്തിലെ ഇതിഹാസം എന്നറിയപ്പെടുന്ന പഥേർ പാഞ്ചാലി എന്ന നോവലിൻ്റെ മലയാള വിവർത്തനം MKN പോറ്റി തയ്യാറാക്കിയത്. വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായയുടെ മാസ്റ്റർ പീസ് എന്ന് നിരൂപകർ വിശേഷിപ്പിച്ച കൃതിയാണ് പഥേർ പാഞ്ചാലി. 1929 ഈ നോവൽ പ്രസിദ്ധീകൃതമായതോടെ വിഭൂതി ഭൂഷൺ ബംഗാളി സാഹിത്യത്തിൽ വിഖ്യാതനായി. ഗൈഡ് ടു മോഡേൺ വേൾഡ് ലിറ്ററേച്ചറിൽ കാവ്യാത്മകതയുടെയും ആർദ്രഭാവങ്ങളുടെയും ആവിഷ്കാരത്തിൽ അനുപമമായ രചനയാണ് പഥേർ പാഞ്ചാലി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, വിഭൂതി ഭൂഷണെ ആധുനിക കാലത്തെ ഇന്ത്യൻ നോവലിസ്റ്റ് എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. 20ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സാഹിത്യത്തിൽ ഗദ്യത്തിലായാലും പദ്യത്തിലായാലും പഥേർ പാഞ്ചാലിക്ക് സദൃശ്യമായി മറ്റൊന്നില്ല. ബംഗാളിലെ ഗ്രാമീണ ജീവിതത്തിന്റെ സത്യസന്ധവും ആധികാരികവുമായ ഒരു ഡോക്യുമെന്ററി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കൃതി ഉപേന്ദ്രനാഥ ഗാംഗുലിയുടെ വിചിത്ര മാസികയിലാണ് ആദ്യമായി വെളിച്ചം കണ്ടത്. അപ്പുവിന്റെ ബാല്യകാല ജീവിതത്തെ വികാരോഷ്മളതയോടെ വിഭൂതി ഭൂഷൺ ഈ നോവലിൽ ആവിഷ്കരിക്കുന്നു. ഗ്രാമജീവിതം അതിന്റെ സമസ്ത ഭംഗികളോടും കൂടി ഇവിടെ മുഖം കാണിക്കുന്നു. ഹൃദ്യവും സുന്ദരവുമാണിതിലെ ആഖ്യാന ശൈലി. സജീവമാണ് പ്രകൃതി വർണ്ണന. ഗ്രാമപശ്ചാത്തലവും വൃക്ഷങ്ങളും പൂക്കളും പുഴകളും അരുവികളും വയലുകളും വനങ്ങളും എല്ലാം നമ്മെ ആവേശം കൊള്ളിക്കും. ഒരു വേള പ്രകൃതിയാണിതിലെ കേന്ദ്ര കഥാപാത്രമെന്ന് പറയാം. ഇന്ത്യൻ ഭാഷകൾക്ക് പുറമെ നിരവധി യൂറോപ്യൻ ഭാഷകളിൽ വിഭൂതി ഭൂഷന്റെ നോവലുകൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല സർവകലാശാലകളിലും ഈ നോവലുകൾ പഠിപ്പിച്ചു വരുന്നു. സത്യജിത് റേ നിർവഹിച്ച ചലച്ചിത്രാവിഷ്കാരങ്ങളിലൂടെ വിഭൂതി ഭൂഷന്റെ രചനകൾ വിശ്വപ്രസിദ്ധി ആർജിച്ചു. 1. ഹരിഹര റായിയുടെ ഇഷ്ടിക പടുത്തുകെട്ടിയ തേക്കാത്ത വീട് നിശ്ചിന്തപുരം ഗ്രാമത്തിന്റെ വടക്കേ അറ്റത്താണ്. ഹരിഹരൻ അത്ര ദരിദ്രനല്ല, ധനികനുമല്ല. കുടുംബസ്വത്തായി കിട്ടിയ കുറച്ചു വയലും പറമ്പും ഉണ്ട്. അതിൽ നിന്നുള്ള ആദായവും 3-4 വീടുകളിലെ പൗരോഹിത്യത്തിൽ നിന്നുള്ള വാർഷിക ദക്ഷിണയും എല്ലാം തട്ടിമുട്ടി കുടുംബച്ചെലവുകൾ നടത്തിപ്പോകുന്നു. തലേന്ന് ഏകാദശിയായിരുന്നു. അകന്ന ബന്ധത്തിൽ ഹരിഹരന്റെ ചേച്ചിയായ ഇന്ദിര ഠാക്കൂരൻ മുറിയുടെ മുൻവശത്തിരുന്ന് അരി വറുത്തു പൊടിച്ചു മധുരം ചേർത്തത് ഉരുട്ടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. തൊട്ടടുത്ത് ഹരിഹരന്റെ 6 വയസ്സായ മകൾ ദുർഗ മിണ്ടാതെയിരിക്കുന്നു. ഇന്ദിര ഠാക്കൂരൻ ഓരോ പിടിയും വാരി കിണ്ണത്തിൽ നിന്ന് ഉയർത്തി ഉരുട്ടി വായിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ണിമയ്ക്കാതെ കരുണാപൂർണമായി കാണുകയും ക്രമേണ ശൂന്യമായി കൊണ്ടിരിക്കുന്ന കിണ്ണത്തിലേക്ക് ഇടയ്ക്കിടെ നിരാശയോടെ നോക്കുകയും ചെയ്യുന്നുണ്ട് അവൾ. 1-2 തവണ എന്തു പറയണം എന്ന മട്ടിൽ മിണ്ടാൻ തുടങ്ങിയെങ്കിലും അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഇന്ദിര ഠാക്കൂരൻ ഓരോ പിടിയായി വാരത്തുനിന്ന് കിണ്ണം കാലിയാക്കിയിട്ട് കുട്ടിയുടെ നേരെ നോക്കി പറഞ്ഞു, "കഷ്ടം മോളെ, നിനക്കു വേണ്ടി 2 പിടി ബാക്കി വച്ചില്ലല്ലോ, നോക്കിക്കേ." അവൾ കരുണാഭാവത്തിൽ പറഞ്ഞു, "സാരമില്ല, ചിറ്റമ്മ തിന്നോളൂ." 2 പഴം അവിടെ ഇരുന്നതിൽ ഒന്നെടുത്ത് ഇന്ദിര ഠാക്കൂരൻ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ കുട്ടിയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ ചിറ്റിയുടെ കയ്യിൽ നിന്ന് ആ പ്രസാദം മേടിച്ച് ശ്രദ്ധയോടെ മുറിച്ചു വായിലിട്ട് ചവയ്ക്കാൻ തുടങ്ങി. വീടിനകത്തു നിന്ന് അപ്പോൾ അവളുടെ അമ്മ വിളിച്ചു, "നീ പിന്നെയും അവിടെ ചെന്നു ചടഞ്ഞിരിക്കുകയാണോ? എഴുന്നേറ്റിവിടെ വാ." ഇന്ദിര ഠാക്കൂരൻ വിളിച്ചു പറഞ്ഞു. "അവൾ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ ഇരുന്നോട്ടെ." എന്നിട്ടും അവളുടെ അമ്മ ശാസനാസ്വരത്തിൽ പറഞ്ഞു, "വേണ്ട, എന്തിനാണിങ്ങനെ ഒരാൾ ആഹാരം കഴിക്കുന്നിടത്ത് പോയി വായിൽ നോക്കിയിരിക്കുന്നത്? എനിക്കതിഷ്ടമില്ല." കുട്ടി പേടിച്ച് എഴുന്നേറ്റ് പോയി. ഇന്ദിര ഠാക്കൂരനിന് ഹരിഹര റായിയുമായി അകന്ന ബന്ധമേ ഉള്ളൂ. അമ്മാവൻ്റെ വീട്ടിലെ ഏതോ വകയിൽ ഒരു പെങ്ങളുടെ മകൾ. അതുകൊണ്ട് ദുർഗ ചിറ്റ എന്ന് വിളിക്കുന്നു. ഹരിഹര റായിയുടെ പൂർവ്വപുരുഷന്മാരുടെ വീട് അടുത്തുള്ള വിഷ്ണുപുരം ഗ്രാമത്തിലായിരുന്നു. ഹരിഹരന്റെ അച്ഛൻ രാംചന്ദ് റായിയുടെ ആദ്യ ഭാര്യ മരിച്ചു. 2ാമത് വിവാഹം കഴിപ്പിക്കാൻ കാരണവന്മാർ ഉത്സാഹിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ക്ഷോഭമുണ്ടായി. 3-4 വർഷം നാണിച്ചു പേടിച്ചു മിണ്ടാതിരുന്നെങ്കിലും പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും 2ാം വിവാഹത്തിനുള്ള പരിശ്രമം തുടങ്ങി. ഉച്ചയ്ക്ക് ഊണുകഴിഞ്ഞ് കട്ടിലിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും മുക്കിയും മൂളിയും കിടന്നുകൊണ്ട് ആരെയെങ്കിലും കണ്ടാൽ എനിക്കാരാണുള്ളത്, എന്നെ ആരാണ് നോക്കുന്നത്, ഭാര്യയില്ലാത്തവനെ സഹായിക്കാൻ ഭഗവാന് വരികയില്ല എന്നും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കും. ഏതായാലും അധികം താമസിയാതെ ഈ നിശ്ചിന്തപുരത്തു നിന്ന് 2ാം വേളി കഴിച്ചു. അധികം നാൾ കഴിയും മുൻപ് വിഷ്ണുപുരത്തിൽ നിന്നും ബസ്സു കയറി ഇങ്ങോട്ട് പോന്നു താമസവുമായി. ഇവിടെ വന്ന് ശ്വശുരന്റെ ഉത്സാഹത്തിൽ സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പ്രദേശത്തെ നല്ല ഒരു പണ്ഡിതനായി ഉയർന്നു. എങ്കിലും എന്തെങ്കിലും പ്രവൃത്തിയിൽ അദ്ദേഹം ഏർപ്പെട്ടില്ല. അതിന് അദ്ദേഹത്തെ കൊള്ളുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. സംശയത്തിന് കാരണവുമുണ്ട്.
കൊല്ലത്തിൽ 9 മാസവും ഭാര്യ അവളുടെ അമ്മ വീട്ടിൽ തന്നെയാണ് താമസം. മക്കളും അവരുടെ കൂടെയാവും. രാംചന്ദാണെങ്കിൽ 2 നേരവും ഭക്ഷണം കഴിക്കാൻ കൃത്യസമയത്ത് ഭാര്യ വീട്ടിലെത്തും. ബാക്കി സമയമൊക്കെ പതിറാം മുഖേഷിന്റെ കളപ്പുരയുടെ തിണ്ണയിൽ ചെന്നിരുന്ന് അങ്ങനെ ഇങ്ങനെ നേരം തള്ളി നീക്കും. പണ്ഡിറ്റ് മഷായി ഭാര്യയും മകനും ഇല്ലേ, അവരെ നോക്കേണ്ടേ എന്ന് ചോദിച്ചാൽ രാംചന്ദ് പറയും, അതിൽ പേടിക്കാനില്ല. വ്രജചക്കോത്തിയുടെ പത്തായപ്പുരയിൽ തൂകുന്ന അരി പെറുക്കിയെടുത്താൽ അവർക്ക് ജീവിക്കാം. ഇതുപോലെ ഇനി ഉപദേശിക്കാൻ വരുന്നവന്റെ വായടപ്പിക്കാനുള്ള യുക്തി ആലോചിക്കും. പിന്നെ ആകെ വിചാരിക്കാനുണ്ടായിരുന്നത് സമയാസമയങ്ങളിൽ വീട്ടിലെത്തുന്ന കാര്യം മാത്രം. പക്ഷേ വ്രജചക്കോത്തിയുടെ പത്തായപ്പുര എന്നും അരി തൂവുകയില്ലെന്ന് ഭാര്യാപിതാവ് മരിച്ചു വൈകാതെ തന്നെ മനസ്സിലായി. ഹരിഹരന് ഭൂസ്വത്തൊന്നുമില്ലായിരുന്നു, സമ്പാദ്യവുമില്ലായിരുന്നു. ഇങ്ങനെയോ 3-4 വീടുകളിൽ ആചാര്യസ്ഥാനം സംഘടിപ്പിച്ചു. അവർ മുഖേന തട്ടിമുട്ടിക്കഴിഞ്ഞു. മകനെയും വളർത്തി. രാംചന്ദിന്റെ അമ്മാവന്റെ മകൻ ഇവിടെ വിവാഹം കഴിച്ചു. ഈ വീട്ടിൽ താമസിച്ചിരുന്ന അവർ മുഖേനയും രാംചന്ദിന് ധാരാളം സഹായങ്ങൾ കിട്ടിയിരുന്നു. ആ സഹോദരന്റെ മകൻ നീലമണി റായിക്ക് കമ്മീഷണർ ഓഫീസിലായിരുന്നു ജോലി. ജോലിക്കാര്യത്തിന് കൂടുതൽ സമയവും അകലെ കഴിച്ചുകൂട്ടണമായിരുന്നു. അതുകൊണ്ട് നീലമണി അച്ഛനെയും അമ്മയെയും നഗരത്തിലേക്ക് കൊണ്ടുപോയി. കിഴക്കേ ബംഗാളിലുള്ള പ്രസിദ്ധമായ ജന്മി കുടുംബത്തിലേക്ക് ഇന്ദിര ഠാക്കൂരണിനെ വിവാഹം കഴിച്ചു കൊടുത്തയച്ചതാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു തവണയേ ആ ഭർത്താവ് ഈ ഗ്രാമത്തിൽ വന്നിട്ടുള്ളൂ. ഒരു രാത്രി തികച്ചും നിന്നില്ല. വഴിച്ചെലവും ദക്ഷിണയും മേടിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. ഇന്ദിര ഠാക്കൂരണിന് പിന്നെ 2 പിടി ചോറ് കൊടുത്തിരുന്നത് ഒരു സഹോദരനാണ്. ആ സഹോദരനും അകാലത്തിൽ മരിച്ചു. ഹരിഹര റായിയുടെ പിതാവ് രാംചന്ദ് റായ് ഈ വീടു കെട്ടിപ്പൊക്കിയപ്പോൾ മുതൽ ഇന്ദിര ഠാക്കൂരൻ ഈ വീട്ടിലുണ്ട്. ഇതൊക്കെ പഴയ കഥകൾ. അത് കഴിഞ്ഞിട്ട് കാലം എത്രയായി? അമ്പലക്കുളത്തിലെ വെള്ളത്തിൽ താമരയുടെ എത്ര വംശം കിളിർത്തു വന്നു ചീഞ്ഞുപോയി. ചക്രവർത്തിയുടെ തരിശായി കിടന്ന പറമ്പിൽ സീതാനാഥ് മുഖേഷ് പുതിയ മധുരനാരക തൈകൾ നട്ടു. അവയ്ക്കും വയസ്സായി. കാഫലം നിന്നു. എത്ര വീടുകളുണ്ടായി, എത്രയോ വീടുകൾ ഒഴിഞ്ഞുപോയി. എത്രയോ ഗോലോക് ചക്രവർത്തിമാരും വ്രജ ചക്രവർത്തിമാരും ചത്തുപോയി. ഇച്ഛാമതി നദിയിലെ വെള്ളം എത്ര വട്ടം കലങ്ങിത്തെളിഞ്ഞു. കാലത്തിന്റെ കുത്തൊഴുക്ക് എത്രയോ ജോൺസൺ തോംസൺ യജമാനന്മാരെയും മജുംദാർമാരെയും എവിടേക്കോ കൊണ്ടുപോയി. ഇന്ദിര ഠാക്കൂരൻ മാത്രം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. 1240 അന്നത്തെ ചുറുചുറുക്കുള്ള പ്രസന്നയായ യുവതിയല്ല, 75 വയസ്സായ വൃദ്ധയാണ്. കവിൾ ശരിക്കും ഒട്ടിയിരിക്കുന്നു. ശരീരം മുൻപോട്ടൽപ്പം വളഞ്ഞിരിക്കുന്നു. ദൂരെയിരിക്കുന്ന സാധനങ്ങൾ മുൻപത്തെ പോലെ ശരിക്കും വ്യക്തമായി കാണുന്നില്ല. കണ്ണിന്റെ മുകളിലായി കൈപിടിച്ച്, നീ ആരാണ്? നവീനോ ബീഹാരിയോ? അല്ല, നീ രാജുവല്ലേ എന്നിങ്ങനെ ചോദിക്കും. ഇന്ദിര ഠാക്കൂരണിന്റെ കൺമുന്നിൽ ഈ തൊടിക്കു തന്നെ കുറച്ചു വല്ലതുമാണോ മാറ്റം വന്നിരിക്കുന്നത്? ഇപ്പോൾ കാടുപിടിച്ച് കിടക്കുന്ന ഈ മുറ്റത്ത് ലക്ഷ്മി പൂർണിമയുടെ ദിവസങ്ങളിൽ ഗ്രാമത്തിലുള്ളവരൊക്കെ സത്യനാരായണ പൂജയ്ക്ക് എത്തിച്ചേരുമായിരുന്നു. വലിയ ചണ്ഡി മണ്ഡപത്തിന്റെ മുൻപിലുള്ള വരാന്തയിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആളുകൾ ഉണ്ടാവും. അന്നിതുപോലെ മുളങ്കാടുകൾ ഉണ്ടായിരുന്നു. പോഷോത്സവത്തിന് എത്ര അരിയാണ് വച്ചിരുന്നത്? കണ്ണടച്ചൊന്നു ഓർത്താൽ ഇന്ദിര ഠാക്കൂരണിനെ ഇതൊക്കെ മനസ്സിൽ തെളിഞ്ഞു കാണാം. ഈ റായി കുടുംബത്തിലെ നടുവിലത്തെ മകൾ അന്ന് പെണ്ണുങ്ങളെയും കൂട്ടി അരിപാറ്റിക്കൊഴിക്കാൻ വരാറുണ്ട്. ലോകജനനിയായ ലക്ഷ്മി ദേവിയെ പോലെ രൂപവും സ്വഭാവവുമുള്ള അവൾ മുൻപിൽ വന്ന് കൈനീട്ടിയിട്ടുണ്ട്. ദ്വാദശി നാളിൽ പാരണയ്ക്ക് ഇലവച്ച് വിളമ്പിത്തന്നിട്ടുണ്ട്. ആരൊക്കെ എങ്ങോട്ടൊക്കെ പോയി? അക്കാലത്തെ ആരും ജീവിച്ചിരിപ്പില്ല. പഴയ സുഖദുഃഖങ്ങളുടെ കാര്യമോർത്ത് 2 വാക്ക് ആരോട് പറയാൻ? അതുകഴിഞ്ഞ് ഈ കുടുംബത്തിൽ അഭയം തന്ന രാംചന്ദ് റായ് മരിച്ചു. മകൻ ഹരിഹര റായ് വഴിയിലും പറമ്പിലും തുള്ളിച്ചാടി നടക്കുന്ന കാലം. മുഖർജിയുടെ പറമ്പിൽ കയറി പച്ചപ്പുളി പറിച്ചു തിന്നാൻ പോയി. പുളിയിൽ നിന്ന് വീണു കൈയൊടിഞ്ഞു. 2-3 മാസം കിടന്നു. അതൊക്കെ അന്നത്തെ കഥ. തിടുക്കപ്പെട്ടു. കൊച്ചുനാളിൽ തന്നെ ഹരിഹരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പിതാവ് മരിച്ച ഉടൻ 10 വയസ്സ് മാത്രം പ്രായമുള്ള നവവിവാഹിതയെ വീട്ടിൽ ഇട്ടിട്ട് ഹരിഹരൻ നാടുവിട്ടു. 8-10 കൊല്ലത്തേക്കൊരു വിവരവും ഇല്ല. അങ്ങനെയിരിക്കുമ്പോൾ ഒരു തുണ്ട് എഴുത്ത്, അല്ലെങ്കിൽ കിഴവിത്തള്ളിയുടെ പേർക്ക് 5-10 രൂപ മണി ഓർഡർ ഈ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസം പട്ടിണിയുമായി അടുത്ത വീട്ടിലെ ഭിത്തിയിലേക്ക് നോക്കിക്കൊണ്ട് കഴിച്ചു കൂട്ടി. ഒരുപാട് കാലം കഴിഞ്ഞു. ഇപ്പോൾ 6-7 വർഷമായി ഹരിഹരൻ വീടും കുടുംബവും നോക്കി നടത്തിവരുന്നു. ഹരിഹര റായിക്ക് ഒരു മകൾ ജനിച്ചു. ആ കുട്ടിക്കും 6 വയസ്സായി. കിഴവിക്ക് അപ്പോൾ തോന്നി കൊച്ചുനാളിലത്തെ പോലെ വീട്ടിൽ വീണ്ടും ഒച്ചയും ആളനക്കവും ഉണ്ടായെന്ന്. വിഷമം പിടിച്ച അവരുടെ ജീവിതത്തിൽ ആ കുട്ടിക്കാലത്തെപ്പറ്റി ഓർക്കുക എന്നല്ലാതെ വേറൊരു സുഖമോ വിനോദമോ ഇല്ല. ഹരിഹരന്റെ കൊച്ചുമകൾ ദുർഗയെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യ. ഇന്ദിര ഠാക്കൂരണിനും ഒരു മകളുണ്ടായിരുന്നു, വിശ്വേശ്വരി. ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞ് അധികം വൈകും മുൻപ് മരിക്കുകയും ചെയ്തു.
ഹരിഹരൻ്റെ പുത്രിയിലൂടെ വിശ്വേശ്വരിയുടെ മരണത്തിനു ശേഷം 40 വർഷം കഴിഞ്ഞ് അവരിലെ അനാഥമായ മാതൃത്വം തിരിച്ചെത്തി. പെൺകുട്ടിയുടെ ക്ഷീണിതമായ ഭംഗിയിലും അറിവ് വയ്ക്കാത്ത കണ്ണിലെ ചിരിയിലും നോക്കി നിന്ന ഒരു മുഹൂർത്തത്തിൽ 40 വർഷം ഉറങ്ങിക്കിടന്നിരുന്ന ദാഹം ഇന്ദിരാ ഠാക്കൂരനിൽ ഉണർന്നു. എങ്കിലും ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. ഹരിഹരൻ്റെ ഭാര്യ കാണാൻ സുന്ദരിയാണെങ്കിലും ഇന്ദിരാ ഠാക്കൂരനിനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എവിടെ നിന്നാണ് തുടങ്ങിയതെന്നറിയില്ല. അവരോടുള്ള അകൽച്ച കൂടിക്കൂടി ഒരിക്കൽ പൊട്ടിത്തെറിച്ചു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കായി. കുറേയേറെ സഹിച്ചു. ഒടുവിൽ ഒരു ദിവസം ഇടത്തെ കയ്യിൽ ഒരു പിച്ചള മൊന്തയും വലത്തെ കയ്യിൽ ഒരു തുണിസഞ്ചിയുമായി ഇന്ദിരാ ഠാക്കൂരൻ ആ വീട്ടിൽ നിന്നിറങ്ങി. പറമ്പിലെ ഇല്ലിക്കൂട്ടത്തിന് തണലിൽ ഇരുന്നു വലിയ ദുഃഖത്തോടെ പകൽ മുഴുവൻ കഴിച്ചുകൂട്ടി. വൈകുന്നേരമായപ്പോഴേക്കും ഹരിഹരൻ്റെ കൊച്ചുമകൾ തിരഞ്ഞു വന്നു. അവരുടെ ചേലയുടെ തുമ്പത്ത് പിടിച്ചു വലിച്ചു തുടങ്ങി. വരൂ ചിറ്റമ്മേ, എഴുന്നേറ്റ് വരൂ. ഇനി ചിറ്റമ്മയെ വഴക്കു പറയരുതെന്ന് ഞാൻ അമ്മയോട് പറയാം. വരൂ. കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് ഇരുട്ടത്ത് വൃദ്ധ വീട്ടിൽ തിരികെ വന്നു. സർവജയ മുഖം കൊട്ടിക്കൊണ്ട് ചോദിച്ചു, വന്നല്ലോ, നിങ്ങൾ എവിടെ പോകാനാണ്? എന്തായാലും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകലും തിരിച്ചുവരവും തുടങ്ങിയിട്ട് വർഷങ്ങളായി. കെട്ടുപെരുക്കി ഇറങ്ങും, പിന്നെ കയറി വരും. ഹരിഹരൻ്റെ വീടിൻ്റെ ഒരു ചാർത്തുമുറി വളരെ കാലം ആർക്കും വേണ്ടാതെ കിടന്നിരുന്നതാണ്. അതിലാണ് വൃദ്ധ താമസിക്കുന്നത്. ഒരു മുളങ്കട്ടിലും 2 വിരിപ്പുതൊണ്ടും ഒരു കമ്പിളിപ്പുതപ്പും ഉണ്ട്. അതിലെല്ലാം നിറയെ തുന്നിക്കെട്ടലുകളാണ്. പിഞ്ചു കീറുകയോ കുത്തിക്കീറുകയോ ചെയ്താൽ കൂട്ടിത്തയ്ക്കാൻ മാത്രം കണ്ണിനു കാഴ്ചയില്ല. എങ്കിലും കഷ്ടപ്പെട്ട് ആദ്യമൊക്കെ കൂട്ടിത്തയ്ച്ചിരുന്നു. പിന്നെ സൂചിയിൽ നൂല് കോർക്കാൻ മാത്രം സൂക്ഷ്മത കണ്ണിനില്ലാതായി. വിട്ടുപോയ അറ്റങ്ങൾ കൂട്ടിക്കെട്ടും. ഇടയ്ക്കു നല്ല വെളിച്ചമുള്ളപ്പോൾ വൃദ്ധ തുണികളെല്ലാം മുറ്റത്തു കൊണ്ടുവന്ന് വെയിലത്തിട്ട് ഉണക്കും. ഒരിക്കലും ഉപയോഗമില്ലാത്തതാണെങ്കിലും വിശ്വേശ്വരിയുടെ സാരികളും ബ്ലൗസുകളും ഷാളുകളും ഒക്കെയുണ്ട്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അതൊക്കെ ഭദ്രമായി ഉണക്കിക്കെട്ടി സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഒരു പിച്ചള ഡബ്ബ, മൺകലം, ഒരു മൺചട്ടി, അതിൻ്റെ അടപ്പ്. പിച്ചള ഡബ്ബയ്ക്കകത്ത് നിറച്ചും അരി വറുത്തു വച്ചിരിക്കുകയാണ്. അത് തിരികല്ലിൽ ഇട്ടു പൊടിച്ച് ഇടയ്ക്കിടെ തിന്നും. 2-3 കൊച്ചു ചെപ്പുകളുണ്ട്. ഒന്നിൽ ഉപ്പ്, ഒന്നിൽ കടുകെണ്ണ, ഒന്നിൽ നിറയെ ശർക്കര. സർവജയയോട് ചോദിച്ചാൽ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തക്കം നോക്കി വീട്ടിൽ നിന്ന് തന്നെ കട്ടെടുത്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. സർവജയ ഈ മുറിയിലേക്ക് വല്ലപ്പോഴുമേ വരാറുള്ളൂ. എന്നാൽ അവളുടെ മകൾ എന്നും സന്ധ്യയ്ക്ക് ചിറ്റമ്മയുടെ കട്ടിലിൽ വന്നിരുന്ന് വളരെ നേരം അമ്മൂമ്മ കഥകൾ കേൾക്കാറുണ്ട്. കുറേ നേരം കഥ കേട്ടിരുന്നിട്ട് പറയും, ചിറ്റമ്മേ, ആ കള്ളൻ്റെ കഥ പറയൂ. പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും ആ കഥ പിന്നെയും പിന്നെയും പറയണം. പറയാതെ കുട്ടി സമ്മതിക്കുകയില്ല. പിന്നെ കുറേ നേരം വായ്ത്താരി കേൾക്കണം. ശബ്ദഭംഗിയും വിചിത്ര കഥാസാരവുമുള്ള ധാരാളം വായ്ത്താരികൾ ഇന്ദിരാ ഠാക്കൂരനിനറിയാം. കൊച്ചുനാളിൽ തന്നെ വായ്ത്താരികൾ കാണാതെ ചൊല്ലുവാൻ മിടുക്കി എന്ന നിലയിൽ ഇന്ദിരാ ഠാക്കൂരൻ എന്തുമാത്രം പ്രശംസ നേടിയിട്ടുണ്ട്. അതിനുശേഷം ഇത്രമാത്രം സഹനശക്തിയുള്ള ഒരു ശ്രോതാവിനെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ തന്നെ കേൾക്കാൻ വേണ്ടി ഒരു കേൾവിക്കാരി അടുത്തു വന്നിരിക്കുന്നു. അതിനാൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഇന്ദിരാ ഠാക്കൂരൻ അവർക്കറിയാവുന്ന ചടകളെല്ലാം ചൊല്ലി ആ കൊച്ചു കേൾവിക്കാരിയിൽ അത്ഭുതവും കടപ്പാടും സൃഷ്ടിക്കും. നീട്ടി നീട്ടി പാടും. ഓ ലളിതേ ചാം കല്ലിതേ ഏകിടാ കഥ ശൂൻഷേ. ഇത്രയും ചൊല്ലിയിട്ട് ചിരിനിറഞ്ഞ മുഖത്തോടെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കും. ചൂലോ ബോധ ഏക് മീൻഷേ. മീ എന്ന അക്ഷരത്തിന് അധികം ഊന്നൽ നൽകി കൊച്ചുതല നന്നായി നിവർത്തി മുഖം പൊന്തിച്ച് താടി മുന്നോട്ട് നീക്കിക്കൊണ്ട് മിൻഷേ എന്ന വാക്കിൻ്റെ ഉച്ചാരണം അവസാനിപ്പിക്കുമ്പോൾ അവൾക്ക് വളരെ സന്തോഷമാകും. ഇങ്ങനെ കുറച്ചു ചൊല്ലിയിട്ട് പൂരണത്തിനിട്ടുകൊടുത്ത് അവളെ തോൽപ്പിക്കുവാൻ എളുപ്പമല്ല. അവൾ എല്ലാം പഠിച്ചു വച്ചിട്ടുണ്ട്. ഇരുട്ടായി തുടങ്ങുമ്പോഴേക്കും അമ്മ രാത്രി ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പോകും.